നമസ്കാരം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചെങ്കിലും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴികളിൽ അവ്യക്തത നിലനിൽക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം. സ്പോൺസർ എന്ന നിലയിൽ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ടെന്ന് കടകംപള്ളി സമ്മതിച്ചെങ്കിലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വഴിവിട്ട സഹായങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടികൾ തൃപ്തികരമല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന സൂചനയാണ് SIT നൽകുന്നത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ 100ഓളം ചോദ്യങ്ങളാണ് കടകംപള്ളിക്ക് നേരിടേണ്ടി വന്നത്. സ്വർണം പൂശാനായി ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ സർക്കാരിന്റെയോ മന്ത്രിയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ സർക്കാരിന്റെ കൂടി അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രതിയായ പോറ്റി കഴക്കൂട്ടം മണ്ഡലത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നത് ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന CPM-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുത്താൽ കളി മാറുമെന്ന തിരിച്ചറിവിൽ സർക്കാരും CPM-ഉം കടുത്ത ആശങ്കയിലാണ്. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഇറീഡിയം പുരാവസ്തു തട്ടിപ്പ് മാഫിയയ്ക്ക് കവർച്ചയിൽ പങ്കുണ്ടെന്ന് SIT തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം അനിവാര്യമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലവിൽ മന്ത്രിയുടെ മൊഴികളിലെ അവ്യക്തതയിൽ തട്ടി നിൽക്കുമ്പോൾ CBI എത്തുന്നതോടെ ഉന്നതതല ഗൂഢാലോചനകൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CBI അന്വേഷണത്തിലെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത പക്ഷം കോടതി തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് വിശദീകരിക്കാൻ വീടുകൾ കയറാൻ തീരുമാനിച്ച CPM-ന് CBI അന്വേഷണം എന്ന ഭീഷണി വലിയ തിരിച്ചടിയാണ്. പത്മകുമാർ അറസ്റ്റിലായിട്ടും പാർട്ടി നടപടിയെടുക്കാത്തത് CBIയെ ഭയന്നാണെന്ന ആരോപണം ഇതോടെ ശക്തമാണ്. ഈ കേസിൽ ഹൈക്കോടതി ഇനി നടത്തുന്ന നിരീക്ഷണങ്ങൾ നിർണായകമാണ്. ഇറീഡിയം തട്ടിപ്പ് സംഘത്തിനടക്കം കേസിൽ ബന്ധമുണ്ടെന്ന സൂചനയും പുറത്തു വന്നു. D. മണിയും ശ്രീകൃഷ്ണനും അടക്കമുള്ളവരിൽ നിന്നും നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അറസ്റ്റിലായ പ്രതികളെല്ലാം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. കടകംപള്ളിയും സംശയനിഴലിലാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കടകംപള്ളിക്കെതിരായ നടപടി. പത്മകുമാറിന് പുറമെ നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടയിലാണ് ഈ നീക്കം. അതേസമയം സ്വർണ്ണക്കള്ളനെന്ന് ആക്ഷേപിക്കുന്നത് മാനസികമായി വിഷമം ഉണ്ടാക്കുന്നതെന്നാണ് വികാരാധീനനായി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഒരറിവും പങ്കുമില്ലാത്ത കാര്യമാണ് നടന്നതെന്നും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും കടകംപള്ളി പറഞ്ഞു. ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയെയാണ് ആദ്യം സമീപിച്ചതെന്നും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ബോർഡ് ഇതിന് അനുമതി നൽകിയതെന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. എന്നാൽ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് അറിയുന്നതെന്നും സ്വർണം പൂശിയ വിവരം ബോർഡ് സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്നുമാണ് കടകംപള്ളിയുടെ വിശദീകരണം.